ഹായ്. സോ നമ്മൾ CUET ബേസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. സോ ജാമിയ മിലിയ ഇസ്ലാമിയയിലേക്കുള്ള സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസും അതേപോലെ തന്നെ CUET വഴി അപ്ലൈ ചെയ്യുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻസും ഔട്ടായിട്ടുണ്ട്. സോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജാമിയ മിലിയ ഇസ്ലാമിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. അതിലൊരു സെറ്റ് ഓഫ് കോഴ്സസ് മാത്രമാണ് CUET വഴി അവർ കൊടുത്തിട്ടുള്ളത്. സോ അതല്ലാത്ത കോഴ്സുകൾക്കെല്ലാം എൻട്രൻസ് എക്സാംസ് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ എൻട്രൻസ് എക്സാമിൽ കേരളത്തിൽ കോഴിക്കോട് ജില്ല ഒരു സെന്ററാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം കേരളത്തിൽ നിങ്ങൾ ജാമിയ മില്ലിയിലേക്ക് പഠിക്കാൻ നോക്കുന്നവരാണെങ്കിൽ കാലിക്കറ്റിൽ വന്ന് നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പം ഇതിന് എല്ലാം ചെയ്യേണ്ട ഒരു കാര്യം, ഇനി പറയാൻ പോകുന്ന കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജാമിയ മിലിയയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അപ്പം ആപ്ലിക്കേഷൻ പ്രോസ്പെക്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. മാർച്ച് 5 തൊട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഓൺലൈൻ അഡ്മിഷൻ ഫോർ ദ പ്രോഗ്രാംസ്, നമുക്ക് പരീക്ഷ എഴുതേണ്ട കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ അഡ്മിഷൻ വരുന്ന മാർച്ച് 5 തൊട്ട് ഏപ്രിൽ 10 വരെ ആയിരിക്കും ഉണ്ടാവുക. സമയം CUET പോലെയുള്ള കോഴ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് CUETന്റെ ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യേണ്ടി വരിക. അത് CUETന്റെ എക്സാം കഴിയുന്നവരെ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. എഡിറ്റിങ്ങിന് വേണ്ടി 12-ാം തീയതി മുതൽ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിരിക്കും. അതിനുശേഷം അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ട് മെയിലാണ് എൻട്രൻസ് എക്സാംസിന്റെ, അതായത് ജാമിയ മിലിയ ഓഫർ ചെയ്യുന്ന എൻട്രൻസ് എക്സാംസിന്റെ ഡേറ്റ്സ് വരുന്നത്. അതിന്റെ കൃത്യമായ ഡേറ്റ് അവരുടെ പ്രോസ്പെക്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സയൻസ് സ്ട്രീമിൽ നോക്കുന്നവരാണെങ്കിൽ ഇപ്പം മൾട്ടി ഡിസിപ്ലിനറി BSc ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഇതെല്ലാം CUET എക്സാം വഴിയാണ് സ്കോർ സബ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേസമയം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നോക്കുന്ന കോഴ്സ് ഒരു BSc ഫിസിക്സ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ BSc കെമിസ്ട്രി ആണെന്ന് വിചാരിക്കുക, BSc ബയോടെക്നോളജി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ശരിക്കും അവർ കൃത്യമായിട്ട് അവരവിടെ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ BSc ഹോണേഴ്സ് ഇൻ ഫിസിക്സ് ആണെങ്കിൽ 26/5/2025 ആണ് പരീക്ഷ നടക്കുന്നത്. അത് ജാമിയന്റെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആയിരിക്കും. 12 മണി തൊട്ട് 1:30 വരെ ആയിരിക്കും പരീക്ഷ, പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ട്. സിമിലർലി BSc ഹോണേഴ്സ് ഇൻ കെമിസ്ട്രി ആണെങ്കിലും 27-ാണ് ഇവിടുത്തെ പരീക്ഷ നടക്കുന്നത്. 2:30 തൊട്ട് 4 മണി വരെ മൾട്ടി സിനിമ അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള സിറ്റികളിലൊക്കെ നിങ്ങൾക്ക് പരീക്ഷ, അതിലേതെങ്കിലും സിറ്റി ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. അത് ശ്രദ്ധിക്കണം. അതേപോലെ മാത്തമാറ്റിക്സ് ആണെങ്കിൽ 10 മെയ്ക്കാണ് പരീക്ഷ നടക്കുന്നത്. 10 മണി തൊട്ട് 11:30 വരെയാണ് ശരിക്കും പരീക്ഷ. സിമിലർലി ബയോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബയോ സയൻസസും ബയോടെക്നോളജിയും ലൈഫ് സയൻസ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അവിടെ ബയോ സയൻസസിന്റെ എക്സാം 27-ാണ്. അതും മൾട്ടി സിറ്റി നടക്കുന്ന എക്സാം ആണ്. സിമിലർലി ബയോടെക്നോളജിയും 26/5/2025 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനമായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന, നിങ്ങൾക്ക് ഇപ്പോൾ ജാമിയയിൽ പഠിക്കാൻ ആഗ്രഹമുള്ള കോഴ്സ് നമ്മുടെ പ്രോസ്പെക്ട്സ്, അതായത് നമ്മുടെ ജാമിയയുടെ വെബ്സൈറ്റിൽ കയറി പ്രോസ്പെക്ട്സ് കൃത്യമായി നോക്കുക. പ്രോസ്പെക്ട്സിൽ നമ്മൾ ഏകദേശം ഒരു 100, ദാറ്റ് ഈസ് ഒരു 107-നടുത്തുള്ള പേജ് നമ്പേഴ്സിൽ കൃത്യമായിട്ട് ഏതൊക്കെ കോഴ്സുകൾ CUET വഴിയും ഏതൊക്കെ കോഴ്സിൽ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം വഴിയും ഉണ്ട് എന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് ജാമിയയിൽ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജാമിയയുടെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരും. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേസമയം നിങ്ങൾ CUET വഴി അപ്ലൈ ചെയ്യുന്നവർക്ക് CUETന്റെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് അത് ലോഗിൻ ചെയ്താൽ മാത്രം മതിയാകും. ഇനി അവിടെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.jmi.ac.in എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ CUET ആസ്പിറൻസിനോട് മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, CUET എന്ന് പറഞ്ഞൊരു എൻട്രൻസ് എക്സാം വിൻഡോ മാത്രമാണ്. CUETയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങളുടെ പർട്ടിക്കുലർ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണോ അവരുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ CUETന്റെ ആപ്ലിക്കേഷൻ നമ്പർ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ് ബാക്കി അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ CUET എക്സാം എഴുതിയതുകൊണ്ട് മാത്രം എനിക്കൊരു കോളേജിൽ അഡ്മിഷൻ ഒരിക്കലും കിട്ടില്ല. റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കോളേജസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റ്സ് വിസിറ്റ് ചെയ്ത് ആ കോളേജസിന്റെ ഓപ്പൺ ആയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് CSAS എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. ഐക്കർ ആണെങ്കിൽ ഐക്കർ അഡ്മിഷൻസ് അവിടെ പ്രോസ്പെക്ട്സ് വന്നിട്ട് നടക്കും. ഇപ്പോൾ JMI ആണെങ്കിൽ JMIയിലും ഇതേപോലെ, JMIയുടെ ഇപ്പോൾ ഏറ്റവും നേരത്തെ തന്നെ അവരുടെ പ്രോസ്പെക്ട്സും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. സിമിലർലി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും എല്ലാവരുടെയും സെപ്പറേറ്റ് ആയിട്ട് സ്കോർ സബ്മിഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.